നായ് ശല്യം നാടിനെ വിറപ്പിക്കുമ്പോൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തും മൗനത്തിൽ തന്നെ. കേന്ദ്ര ഗവൺമെൻറ് നിയമങ്ങൾ ശക്തമാക്കുമ്പോൾ ഓരോ ചടയമംഗലത്തുകാരനും നായ്പേടിയിൽ വട്ടം കറങ്ങാനേ തരമുള്ളൂ. കഴിഞ്ഞ ദിവസം പേപ്പട്ടിയുടെ കടിയേറ്റു മേടയിൽ ജംഗ്ഷനിൽ 2 പേർക്ക്. എന്തിന്? ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെപ്പോലും തെരുവുനായ ആക്രമിച്ചു. നായ്ശല്യം കുറയ്ക്കുന്നതിനായി വന്ധീകരണവും വേണ്ടത്ര നടക്കുന്നില്ല എന്നാണ് തെരുവു നായ്ക്കളുടെ എണ്ണത്തിലെ വർധനവ് ഇവിടെ കാണിക്കുന്നത്. ബഹുമാന്യരെ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗൺ മേഖലകളിലും തൊട്ടടുത്ത സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലും നമ്മളെ ജില്ലയിൽ ഉൾപ്പെടെ തെരുവ് നായ ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പം തന്നെ ചടയമംഗലത്ത് കഴിഞ്ഞ ദിവസം UPSൽ 2 പേരെയാണ് പേയെടുത്ത കടിച്ചത്. അതോടൊപ്പം തന്നെ ചടയമംഗലം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉച്ചയ്ക്ക് +1 പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി, അവിടെ എങ്ങുമുള്ള പരിചയം പോലും ഇല്ലാത്ത നായ്ക്കളാണ് എവിടുന്നോ കയറി വന്ന് കൈ കഴുകിയിട്ട് തിരിയുന്ന കൂട്ടത്തിൽ ആ കുട്ടിയെ കയറി ഒരു കപ്പ് കടിക്കുകയുണ്ടായി. അന്നേരം വളരെ രൂക്ഷമായ ഒരു അവസ്ഥയാണ്. അതിനെ നേരത്തെയൊക്കെയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് കൃത്യമായും ഈ പേയെടുത്തതിനും കാര്യങ്ങളായിട്ടുള്ള നായ്ക്കളെ എല്ലാം കൊല്ലാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നായ്ക്കളെയും കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമത്തിൻ്റെ ഒരു ഇതിൽ പിടിച്ചുകൊണ്ട് സംഗതി ഒരു നായ്ക്കളെയും കൊല്ലാനൊക്കാത്ത, പേയെടുത്ത നായെപ്പോലും കൊല്ലാനൊക്കാത്തൊരവസ്ഥയാണ്. അതിരൂക്ഷമായ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് തെരുവ് നായ്ക്കളുടെ. അടിയന്തരമായി അതിന് ഒരു പരിഹാരം കാണാൻ ഇപ്പം ഗ്രാമപഞ്ചായത്തോട്ടെല്ലാം നമ്മൾ സമീപിച്ചപ്പോൾ അവർക്കൊന്നും ഇതിനെ കൊല്ലാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മോശപ്പെട്ട നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ ചെയ്യാൻ ഒക്കാത്തത്. എന്നാൽ പോലും ABC പദ്ധതിയിൽ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ വന്ധീകരണം ചെയ്യുന്ന ഒരു പദ്ധതി നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അടിയന്തരമായി നടപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ അതിന് ജില്ലാ പഞ്ചായത്തിന് ഇപ്പം കഴിയുള്ളെന്നാണ് കഴിയുന്നത്. അവരെ ഉൾപ്പെടെ ബന്ധപ്പെട്ട് എല്ലാവരെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പരാതികൾ പഞ്ചായത്തിൽ ഉൾപ്പെടെ വരുന്നുണ്ട്. അടിയന്തരമായി അധികാരികൾ ഇതിപ്പോൾ ബന്ധപ്പെട്ട് ഈ നായ്ക്കളെ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എവിടത്തേക്കെങ്കിലും മാറ്റാനും, നിരവധി സ്ഥലങ്ങളിൽ നിന്നും പല സ്ഥലത്തും കൊണ്ട് ഇതിനെ തട്ടുന്നൊരവസ്ഥ വരെ ഉണ്ട്. എന്നാൽ അതിന് അടിയന്തരമായി ഒരു പരിഹാരം കാണണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ചടയമംഗലം പഞ്ചായത്തിൽ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു പേ പിടിച്ച നായ മേടയം ജംഗ്ഷനിൽ ഇറങ്ങി നിരവധിയായ ആളുകളെ, MG സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളെ കടിക്കുകയും അതുകൂടാതെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയും തെരുവിൽ കിടന്ന ഒട്ടനവധി നായ്ക്കളെയും കടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നീട് കൊല്ലത്തുനിന്ന് ഡോഗ് ക്യാച്ചേഴ്സ് വന്നാണ് ഈ നായയെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിരുന്നാലും ഈ നായ ചത്തെങ്കിലും അത് കടിച്ച ഒട്ടനവധി തെരുവ് നായ്ക്കളും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിനെ അടിയന്തരമായി നിരീക്ഷിച്ച് നിർമ്മാണം ചെയ്യാനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണം. നമുക്കറിയാം, ഇപ്പോൾ പട്ടികളെ കൊല്ലുന്നതിന് ഗ്രാമപഞ്ചായത്തിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ABC എന്നൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രചരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ചടയമംഗലം പഞ്ചായത്ത് നടപ്പിലാക്കിയെങ്കിലും ഇത് യാതൊരു തരത്തിലും ഇത് വിജയിച്ച ഒരു രീതി ഇവിടെ കാണുന്നില്ല. ഇത് എന്തെങ്കിലും ഒരു വിജയം കണ്ടിരുന്നുവെങ്കിൽ ഈ നായ്ക്കൾ ഇത്തരത്തിൽ പെരുകില്ലായിരുന്നു. ഈ നായ്ക്കളുടെ ഒരു സ്വൈര്യവിഹാരം മൂലം ചടയമംഗലം പഞ്ചായത്തിൽ ഒരു സ്ഥലത്തും പോകാനൊക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൂടാതെ റോഡരിവിൽ ഈ വേസ്റ്റ് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പോരയുടെ റോഡിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വേസ്റ്റ് ഇടുന്ന ഒരു സംവിധാനവും സാഹചര്യവും നിലവിലുണ്ട്. ഇതും അടിയന്തരമായി അവിടെ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ വേസ്റ്റ് ഇടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികളോട് പഞ്ചായത്ത് സ്വീകരിക്കണം. അതുപോലെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാട്ടുമൃഗങ്ങൾ, പന്നി, കുരങ്ങ് അതുപോലുള്ള മൃഗങ്ങളുടെ ശല്യം മൂലം കർഷകർക്ക് കൃഷി ചെയ്യുവാനോ മറ്റ് ഒന്നും തന്നെ നട്ടു വളർത്തുവാനോ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ പന്നിയെ വെടിവെച്ച് കൊല്ലുവാനുള്ള അധികാരം സർക്കാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ചടയമംഗലം പഞ്ചായത്തിൽ യാതൊരു നടപടിയും അത് സ്വീകരിച്ചതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ സമീപത്തെ ചില പഞ്ചായത്തുകളിൽ ലൈസൻസുള്ള തോക്കുള്ള ആളുകൾ വന്ന് ഈ പന്നിയെ കൊല്ലുന്ന ഒരു സമീപനത്തിലേക്ക് പോയിട്ടുണ്ട്. അടിയന്തരമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഈ പന്നികളെ നിർമ്മാണം ചെയ്താൽ മാത്രമേ ഇവിടെ കൃഷിയെ സംരക്ഷിക്കാൻ കഴിയൂ. പന്നികൾ നിർമ്മാണം ചെയ്തില്ലെങ്കിൽ ഒരു വരുന്ന തലമുറയ്ക്ക് ഇവിടെ ഒരു കാർഷിക അഭിവൃദ്ധി ഇല്ലാത്ത, കാർഷിക സംസ്കാരമില്ലാത്ത നാടായി നമ്മുടെ നാട് മാറും. അതുകൊണ്ട് ഈ പന്നികളെയും അടിയന്തരമായി വെടിവെച്ച് കൊല്ലുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നടപടി സ്വീകരിക്കും. അതിന് അധികാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ കുരങ്ങ് ശല്യവും രൂക്ഷമാണ്. ഈ കുരങ്ങുകളെ പിടിച്ചുകൊണ്ട് പോകുവാൻ വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടാൽ അവർ സാധാരണ രീതിയിൽ ഒരു കൂടൊക്കെ സ്ഥാപിച്ച് കുരങ്ങുകളെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. പക്ഷേ അതിന് പഞ്ചായത്ത് തയ്യാറാവണം. പഞ്ചായത്ത് ഒഫീഷ്യലായിട്ട് അതിനുവേണ്ടി നടപടിക്രമങ്ങൾ ചെയ്യണം. അത് ഈ വന്യമൃഗങ്ങളെയും കൃഷിയും മനുഷ്യരെയും ആക്രമിക്കുന്ന മുഴുവൻ മൃഗങ്ങളെയും അമർച്ച ചെയ്യുന്നതിനും അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിനും പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണമെന്നാണ് കോൺഗ്രസിന് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സാക്ഷി TV യുടെ മുമ്പിൽ വന്നിരിക്കുന്നത്
നമ്മുടെ ഈ അടുത്ത സമയത്ത് മേടയിൽ ജംഗ്ഷനിൽ പേപ്പട്ടി ഇറങ്ങുകയും വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ മറ്റ് പട്ടികളെ ഉൾപ്പെടെ കടിച്ചിട്ട് പോവുകയും ചെയ്തു. ധാരാളം പട്ടികൾക്ക് കടിയേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അടുത്ത സമയത്ത് MG സ്കൂളിൽ സ്കൂൾ ഗ്രൗണ്ടിൽ കയറി ഒരു വിദ്യാർത്ഥിയെ പേപ്പട്ടി കടിച്ചിട്ട് പോയത്. ഇതിനു മുമ്പ് തന്നെ പുത്തൻമല ഭാഗത്ത് അതുപോലെ ആശുപത്രി പരിസരത്തൊക്കെ ഇത്തരത്തിലുള്ള പട്ടികളുടെ ശല്യത്തെക്കുറിച്ച് പരാതി പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടപടി എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും അറിയുന്നത്. നമ്മൾ പട്ടിയെ പൂർണ്ണമായിട്ട് കൊന്ന് അവയെ ഇല്ലാതാക്കണമെന്നല്ല പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള മൃഗങ്ങളായാലും ശരി, ഏതിനെയായാലും ശരി, ജീവികളായാലും ശരി, ഒന്നിനെ കൊന്നാൽ അത് മറ്റൊരു രീതിയിൽ പ്രകൃതിക്ക് ചലനമുണ്ടാകും. നമുക്കറിയാം, പണ്ട് ചൈനയിൽ കുയിലുകളെ കൊല്ലാനായിട്ട് അവിടുത്തെ സർക്കാർ ഉത്തരവിട്ട സമയത്ത് കുയിലുകളെ മുഴുവൻ കൊന്നൊടുക്കിയ സമയത്ത് അവിടെ ഉണ്ടായത് വലിയ വിപത്താണ്. കാരണം അവിടെ പിന്നീട് ഉണ്ടായത് വെട്ടുക്കിളി എന്ന് പറയുന്ന വെട്ടുക്കിളി പെരുകുകയും അവിടുത്തെ ഭക്ഷ്യധാന്യങ്ങൾ മുഴുവൻ തിന്നു തീർക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ പിന്നെ വലിയ ക്ഷാമം ഉണ്ടാകുകയും ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് പണ്ട് വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ചില സ്ഥലത്ത് ഇത്തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടായപ്പോൾ അവിടെ പ്ലേഗ് പടർന്നു പന്തലിച്ചു. അവിടെ എലികളെ ഇങ്ങനെയുള്ള കൊന്ന സമയത്ത് ഈ കൊന്നത് മൂലം പ്ലേഗ് പടർന്നു പിടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ നമ്മൾ ഒരു ജീവിയെ ഇല്ലാതാക്കിയാൽ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല ഇത്. അപ്പോൾ ഈ ജീവികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ വന്ധീകരിക്കുക, ഇത്തരത്തിലുള്ള പട്ടികളെ നിരീക്ഷിക്കുക, ഇത്തരത്തിലുള്ള പേവിഷബാധയായിട്ടുള്ള പട്ടികളെ നിരീക്ഷിച്ച് അതിനെ പിടിക്കുക, അങ്ങനെയുള്ള നടപടികളിലൂടെയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്. തീർച്ചയായിട്ടും പഞ്ചായത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഈ പേപ്പട്ടി വിഷബാധയായിട്ടുള്ള ഈ പ്രദേശങ്ങളെ നിരീക്ഷിക്കുകയും അവിടെ ഇത്തരത്തിലുള്ള പട്ടികൾ ഇനിയുണ്ടോ, പേവിഷബാധയേറ്റ പട്ടികൾ ഇനിയുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ പിടിക്കുകയും അതുപോലെ വന്ധീകരിക്കാനുള്ള ബാക്കിയുള്ള പട്ടികളെ വന്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ പഞ്ചായത്ത് തലത്തിലുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്നാണ് പറയുവാനുള്ളത്. പൊതുപ്രവർത്തകർക്ക് പോലും ഇങ്ങനെ പറയേണ്ട അവസ്ഥ. ജില്ലാ പഞ്ചായത്ത് തെരുവ് നായ വന്ധീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും നാട്ടിലെ വേസ്റ്റുകൾ പൊതു ഇടങ്ങളിൽ ഇടാതിരിക്കുകയും മാത്രമാണ് തെരുവ് നായ ശല്യം കുറയ്ക്കാൻ കുറച്ചെങ്കിലും പ്രായോഗികമായ വഴികൾ. ഇനി ജില്ലാ പഞ്ചായത്ത് തന്നെ ശരണം. ആര് കേൾക്കാൻ? കടികൊള്ളുക തന്നെ. സാക്ഷി TV.